ഹലോ, അപ്പോൾ എല്ലാവർക്കും ഒരു ഫുഡ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫുൽക്കയും ഡാൽ കറിയും അതിൻ്റെ കൂടെ സോയ ഫ്രൈയും ആണ് കേട്ടോ. അപ്പോൾ ഞാനതിന് ആവശ്യമായിട്ടുള്ള മാവ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 കിലോയോളം ആണ് മാവ് എടുത്തിട്ടുള്ളത്. അതിനാവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നമ്മുടെ ചപ്പാത്തിക്ക് എടുക്കുന്ന പോലുള്ള രീതിയിൽ മാവ് കുഴച്ചാൽ മതിയാവും കേട്ടോ. ഒരുപാട് ലൂസാവണ്ട, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇതേപോലെ കുഴച്ച് വച്ചേക്കാം കുറച്ച് നേരത്തേക്ക്. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡാൽ കറിയാണ് ആദ്യമായിട്ട്. അപ്പോൾ ഡാലൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മസൂർ ഡാലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന കുറച്ച് സവാള, കുറച്ച് തക്കാളി, ഒരു 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ചേർക്കണം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കണം കേട്ടോ. ഇത് നമ്മൾ കുക്കറിൽ ഏകദേശം ഞാനൊരു 3-4 വിസിലൊക്കെ അടിച്ചിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് വേകാനായിട്ട്. എന്നിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് താളിപ്പ് ചേർക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാന് ചൂടാക്കാൻ വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ, നിങ്ങളുടെ പ്രിഫറൻസാണ്. എന്നിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് കടുക് പൊട്ടിക്കാനിട്ടു, കുറച്ച് വറ്റൽമുളകും നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില ഇട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാനായിട്ടാണ് നമുക്ക് കുറച്ച് സവാളയും കൂടെ ചേർത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കുക. എന്നിട്ട് ഈ വഴറ്റിയത് നമുക്ക് പരിപ്പിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരിക്കും. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയ ഫ്രൈ ആണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ബേബി സോയ ആണ് കേട്ടോ, വലുതല്ല, ചെറുതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സോയ വേകാനായിട്ട് നമ്മൾ ആവശ്യമുള്ള ചൂടുവെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കണം കേട്ടോ. മാറ്റി വെച്ച് കഴിയുമ്പോൾ ഇതേപോലെ സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നമ്മളത് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ആ ചൂടുവെള്ളം മാറ്റിയിട്ട് ഈ സോയയെ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കണം. ആ ചൂടൊന്ന് മാറി അതിനൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാനാണ് കേട്ടോ. ഇതുപോലെ പിഴിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കുക. വെള്ളം ഇല്ലാണ്ട് വയ്ക്കുന്നതാണ് കുറേ കൂടെ നല്ലത്. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ടിരിക്കുള്ളൂ. ഇനി നമുക്ക് സോയ ഫ്രൈ ചെയ്യാനുള്ള മസാല ചേർക്കാം. ആദ്യമായിട്ട് കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി പൗഡർ ഇടുന്നുണ്ട് കേട്ടോ, ഞാൻ കുറച്ച് കളറിന് വേണ്ടിയിട്ട്. പിന്നെ എരിവിന് വേണ്ടി പെപ്പർ, കുറച്ച് ചിക്കൻ മസാല, ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന സോയ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. കുറച്ചുകൂടെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ സോയ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന് ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയായത് കൊണ്ടാണ് കേട്ടോ സൺഫ്ലവറിലേക്ക് പോകുന്നത്. ശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. ചൂട് പോകാണ്ടിരിക്കാൻ കാസറോൾ വയ്ക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. ഈ സോയ ഫ്രൈയിൽ ഞാൻ വേറൊരു ചെറിയ റെസിപ്പിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. വെറുതെ കഴിക്കാൻ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് ഒരു മസാല പോലെ ചേർക്കുന്നത്, ഡ്രൈ ആയിട്ടുള്ളൊരു മസാല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വെറും സവാളയും മാത്രം ചേർത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം സവാള ഒന്ന് വഴറ്റിയെടുക്കും. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവണ്ട, ഇത് ഏകദേശം ഇതുപോലെ മതി. ഇത് നമ്മുടെ സോയയിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. കുറച്ച് മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി. ഇതാണ് കേട്ടോ നമ്മുടെ സോയ ഫ്രൈ. അങ്ങനെ സോയ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഫുൽക്ക ഉണ്ടാക്കാനായിട്ട് പോകണം. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവിനെ ആവശ്യത്തിൻ്റെ സൈസിന് വെച്ചിട്ട് ചെറിയ ചെറിയ ഉണ്ടകളാക്കി വെച്ചിട്ട് നല്ലവണ്ണം പൊടിയൊക്കെ ഇട്ട് ചെറിയ സൈസിൽ, ഒരുപാട് സൈസിൽ, നമ്മുടെ ഈ പപ്പടമൊക്കെ വാങ്ങിക്കില്ലേ അതിൻ്റെ ആ സൈസിലാണ് കേട്ടോ ഞാൻ പരത്തിയെടുക്കുന്നത്. എന്നിട്ട് അത് പാനിലിട്ട് 2 സൈഡ് തിരിച്ച് മറിച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഡയറക്റ്റ് ഫ്ലെയിമിലിട്ടാണ് കേട്ടോ നമ്മൾ പൊള്ളിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇത് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ഫുൽക്കയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് നല്ല ചൂടാക്കി തന്നെ കാസറോളിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ 2 ഫുൽക്കയും കുറച്ച് സോയ ഫ്രൈയും ആവശ്യത്തിന് ഡാൽ ഒഴിച്ചിട്ട് നമുക്കിതെല്ലാം അവിടെ ചേർത്ത് കഴിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ഡിഷ്.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുട്ടി ഫുഡ് ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.